ദേവി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വടക്കേ മൂടാമ്പാടി ഇല്ലത്ത് ഡി ഹരികുമാർ ഭട്ടതിരി. ഞാനിന്ന് ചർച്ച ചെയ്യുന്നത് ഗണപതിയെക്കുറിച്ചാണ്. എല്ലാ കാര്യങ്ങളും ശുഭമായി അവസാനിക്കാൻ ഗണപതിയെ പൂജിക്കണം. എല്ലാ പൂജകളുടെയും ഫലസിദ്ധി ഗണപതി പ്രീതിയെ ആശ്രയിച്ചിരിക്കും. ശിവൻ്റെ ഗണത്തിൻ്റെ നായകനാണ് ഗണപതി. ഗണപതി പൂജ അഭീഷ്ടസിദ്ധി നൽകുന്നതാണ്. വിദ്യയുടെ അധിഷ്ഠാന ദേവൻ വിനായകനാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയുടെ പ്രതീകമാണ് ഗണപതി. വിദ്യാരംഭത്തിന് മുമ്പ് ഹരിശ്രീ ഗണപതിയെ നമ എന്ന് ജപിച്ച് ഗണപതിയെ പ്രാർത്ഥിക്കുക. 4 മുതൽ 16 വരെ കൈകളുള്ള ഗണപതി വിഗ്രഹങ്ങൾ ഉണ്ട്. ഗണപതി ഭാഗ്യത്തിൻ്റെ ദേവനാണ്. കൂടാതെ നമ്മുടെ പ്രതിബന്ധങ്ങൾ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഗണപതിയുടെ ഇഷ്ട വഴിപാട് ഗണപതി ഹോമമാണ്. ഗണപതിയുടെ ഓരോ ഭാവങ്ങളും ആരാധിച്ചാൽ ഓരോ ഫലങ്ങൾ നൽകും. ബാലഗണപതി ഏത് ആഗ്രഹവും സാധിച്ചു നൽകും. ഭക്തി ഗണപതി കാര്യസിദ്ധിക്ക് ഉത്തമം. വീരഗണപതി ശത്രുനാശം ഫലം. ശക്തി ഗണപതി ഭയം അകറ്റി ധൈര്യം നൽകുന്നു. ലക്ഷ്മി ഗണപതി സമ്പത്ത്, ഐശ്വര്യം ഇവ നൽകുന്നു. മഹാഗണപതി ആഗ്രഹിച്ചാൽ ആ ഫലം നൽകുന്നു. വരഗണപതി സർവാഭീഷ്ടസിദ്ധി നൽകുന്നു. സിദ്ധി ഗണപതി മന്ത്രസിദ്ധി നൽകുന്നു. സങ്കടഹര ഗണപതി ദുരിത വിമോചനം നൽകുന്നു. ലക്ഷ്മി വിനായകൻ കടം തീർക്കും. ക്ഷിപ്രഗണപതി തടസ്സങ്ങൾ മാറ്റുന്നു. ഗണപതി ധ്യാനം. വിഘ്നേശം സപരശ്വഥാക്ഷപടിക ദന്തോല്ലസൽ ലഡ്ഡു കൈർധോർബി പാശശ്രണി സ്വദന്തവരദ ഡൈർവ ചതുർഭിർയുധം ശുണ്ഡാഗ്രാഹിതബീജപൂരമുരുകുഷീം തൃഷണം സസ്മരേൽ സിന്ദൂരാഭമിഭാസ്യ മിന്ദുശകലാദ്യാം കൽപ്പമബ്ജാസനം. ഗണപതി മൂലമന്ത്രം ഓം ഗം ഗണപതേ നമ. ഈ മന്ത്രം 108 തവണ ജപിക്കുക. ഗണേശ ഗായത്രി. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ ഏകദന്ത ഗണപതിയെ പ്രാർത്ഥിക്കുക. വിവാഹം മുടങ്ങുക, ജോലി സംബന്ധിച്ച പ്രശ്നങ്ങൾ, ജീവിതത്തിലെ കഷ്ടതകൾ ഇവ മാറ്റാൻ ഗണപതിയെ ഭജിക്കുക. പ്രധാന ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിലാണ് ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പാർവതി ദേവിയെയും ഗണപതിയുടെയും ചിത്രങ്ങൾ വെച്ച് ആരാധിച്ചാൽ ഏത് കഷ്ടപ്പാടും മാറും. ഗണപതി പ്രീതിക്കായി തടസ്സങ്ങൾ മാറ്റുവാൻ ഗണപതിയുടെ മുൻപിൽ നാളികേരം ഉടയ്ക്കണം. ഉണ്ണിയപ്പം, മോദകം, അട ഇവ ഗണപതിയുടെ ഇഷ്ട നിവേദ്യങ്ങളാണ്. ഗണപതിക്ക് ഏത്തമിടിയിൽ സൽഫലം നൽകുന്നു. 3, 5, 7, 12, 15, 21, 36 തവണ ഏത്തമിടാവുന്നതാണ്. ചെന്താമര, ആമ്പൽ, ചുവന്ന ചെത്തി എന്നീ പൂക്കൾ ഗണപതിക്ക് വിശേഷമാണ്. ജന്മദിനം ചിങ്ങമാസത്തിലെ വെളുത്ത ചതുർത്ഥിയാണ്. ആ ദിവസങ്ങളിൽ ആരംഭിക്കുന്ന ഗണപതി പൂജകൾ ശ്രേഷ്ഠമാണ്. ഗണപതിക്ക് ചതുർത്ഥി ദിവസം ശുഭവും മറ്റ് കാര്യങ്ങൾക്ക് അസ്വീകാര്യവുമാണ്. ഗണപതിക്ക് തുലാമാസത്തിലെ തിരുവോണവും മീനമാസത്തിലെ പൂരവും മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയും വിദ്യാരംഭ ദിവസവും ശുഭകരമാണ്. കേതു ജാതകത്തിൽ അശുഭസ്ഥാനത്ത് നിന്നാൽ ഗണപതിക്ക് പരിഹാരം ചെയ്യണം. കേതു ദശാകാലത്ത് ഗണപതിയെ ഭജിക്കണം. മാരണം, മരണം, ബന്ധനം, പ്രേതപിശാച് ഉപദ്രവം ഇവ മാറാൻ ഗണേശ കവചം ദിവസവും ജപിക്കണം. കലിയുഗത്തിൽ ഇരുഭുജങ്ങളുള്ള ഗണപതിയെയും ശുഭ്രവർണ്ണനായ ഗണപതിയെയും പ്രാർത്ഥിക്കുന്നത്
ശുഭഫലങ്ങൾ നൽകും. ഗണപതിയുടെ അനുഗ്രഹമില്ലാതെ ഒരു പൂജയും ഫലപ്രാപ്തിയിലെത്തില്ല. ഗണപതി പ്രീതി അല്ലാതെ മറ്റ് ഒരു